ഹലോ, അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മടിയായിട്ടാട്ടോ ഞാൻ രാവിലെ തന്നെ എണീറ്റ് വന്ന് അങ്ങനെ എന്തൊരു കഷ്ടമാണ്. ആദ്യമൊക്കെ ട്രെയിനിങ് തേങ്ങ വാങ്ങാതൊക്കെ പറഞ്ഞിരുന്ന ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് ട്രെയിനിങ് ആണ്, തേങ്ങയാണ് വാങ്ങിയാണ് മല പറിക്കുന്നൊക്കെ. ഇപ്പം സത്യം പറഞ്ഞ എല്ലാവരും പറയണം ആ ബുദ്ധിമുട്ട് എനിക്ക് തോന്നാൻ തുടങ്ങി. നല്ല മടിയുണ്ട് കേട്ടോ, നീരവിനേക്കാളും മടി എനിക്കാണ് ഇപ്പോൾ. അപ്പോൾ ഇത് നേരെ വന്നിട്ട് ഈ അരി ഉണ്ടല്ലോ അത് ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു 5 മിനിറ്റ് ആ വെള്ളത്തിൽ കിടന്ന് കഴിഞ്ഞാൽ എനിക്ക് കഴുകിയെടുക്കാൻ എളുപ്പമാവും. പെട്ടെന്ന് ചളിയൊക്കെ ഇങ്ങനെ പൊന്തി വരണ പോലെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് എൻ്റെ അമ്മയും വീട്ടിലൊക്കെ കഴുകാറുണ്ട്. പക്ഷേ എനിക്കതിനൊന്നും നേരില്ല കുട്ടികളെ. അപ്പോൾ ഞാൻ ഇത്തിരി മടിയിലാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ആ ഒരു മടിയിൽ എനിക്കതൊന്നും ചെയ്യാൻ തോന്നിയില്ല. ഞാൻ എന്നിട്ട് ഇത്തിരി നേരം ആ കുക്കറിൽ വെള്ളം എടുക്കണ ആ നേരം കൊണ്ട് വേഗം കഴുകിയെടുത്തു. എന്നിട്ട് പിന്നെ ഇതാ കുക്കറിൽ ഇതാക്കിയിട്ട് അടുപ്പത്ത് വയ്ക്കാണ് കേട്ടോ. ഇനി വേറൊന്നുമില്ല, ആ ചട്ടി അങ്ങോട്ട് കമഴ്ത്തി വെച്ചിട്ട് നേരെ പോയി പല്ല് തേക്കാണ്. എനിക്ക് രാവിലെ എണീറ്റ് അപ്പം തന്നെ പല്ല് തേക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. പല്ല് തേക്കാണ്ട് പല്ല് തേക്കാണ്ട് ഞാൻ നടക്കില്ല. ചിലവരൊക്കെ ഇങ്ങനെ കാണാം, എനിക്കറിയണവരൊക്കെ ഉണ്ട്. പല്ല് തേച്ചില്ലെങ്കിൽ അവർക്ക് യാതൊരു കൂസലും ഇല്ലാണ്ട് രാവിലെ ആയിട്ട് ചായ കുടിച്ചിട്ട് അങ്ങനെ നടക്കണം വർത്താനൊക്കെ പറഞ്ഞ്. പക്ഷെ എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല. ഇന്ന് ഞാൻ ഇത്ര സിമ്പിളായിട്ട് എന്താ നടക്കണതെന്ന് വെച്ചാൽ, സാധാരണ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ വല്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓട്ടത്തിലായിരിക്കും. ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അതാണ് ഞാൻ എത്ര സിമ്പിളായി നടക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കണം എന്നാണ് ഡോക്ടർ സാറ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഞാൻ പല്ല് തേച്ചിട്ടാൽ മിക്കവാറും കഴിക്കുള്ളൂ. പല്ല് തേക്കാണ്ട് വായിലേക്ക് ഒരു സാധനം കമഴ്ത്തി എനിക്കിഷ്ടമല്ല. ഇത് തന്നെയാണല്ലോ ഞാൻ കുറേ നേരമായിട്ട് പറയണില്ല. അപ്പോൾ ഞാൻ വേഗം പല്ലൊക്കെ തേച്ച് വന്നിട്ട് നേരെ വന്നിട്ട് എന്നിട്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ എപ്പോഴും വേരിയേഷൻ ഉണ്ടാവും കേട്ടോ. തൈറോയിഡ് ഇപ്പോൾ കുറേ നാളായിട്ട് ഭയങ്കര വേരിയേഷനാണ്. ഡെലിവറി കഴിഞ്ഞ് പിന്നെ ഭയങ്കര വേരിയേഷനാണ് കേട്ടോ. ഒന്ന് നോർമലായി വരുമ്പോഴേക്ക് വേറെ എന്തെങ്കിലും തല പറഞ്ഞ കേസായിട്ട് വീണ്ടും ഇതന്നെ കുറേ നാളായിട്ട് ഇതന്നെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഭയങ്കര വേരിയേഷനാണ്. എനിക്ക് നല്ല മെമ്മറി പ്രോബ്ലം ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ ഡോക്ടർ ചോദിക്കുക എങ്ങനെയാണ് രാവിലെ 5 മണിക്കൊക്കെ എൻ്റെ പല്ല് തേക്കുമോ ചോദിക്കുമ്പോൾ പല്ല് തേക്കുമെന്നല്ല കേട്ടോ, സോറി, ഗുളിക കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുമോ. അപ്പോൾ ഞാൻ പറയില്ല, പല്ല് തേച്ചിട്ടാണോ കഴിക്കാൻ നിൽക്കുക. അപ്പോൾ അത്രയും നേരം പോവില്ലേ, അത്രയും നേരം വേസ്റ്റാണല്ലോ. അത്ര നേരത്തെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിക്ക് അത്ര ഇതിൽ മെഡിസിൻ കയറും, അങ്ങനെയല്ലേ പറയാം. അപ്പം എന്നോട് എന്താ പറയുക, എപ്പോഴും ഡോക്ടർ പറയും അങ്ങനെ ചെയ്യണം. ഞാൻ കഴിക്കാറില്ല കേട്ടോ. പിന്നെ തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കണവരോട് ഞാൻ മെയിനായിട്ടൊരു കാര്യം പറയാം. ഇപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞതാണ് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ എണീറ്റ് കഴിക്കണം, അത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതിൻ്റെ പോലെ തന്നെ ഒരു ദിവസം നമ്മൾ ഒരു ദിവസം കഴിക്കാൻ മറന്നുപോയി, നമ്മൾ വിട്ടുപോയി എന്ന് വിചാരിക്കുക. അപ്പോൾ പിറ്റേ ദിവസം ഈ ഒന്നും തലേ ദിവസത്തെ ഒന്നും 2 എണ്ണം വെച്ചിട്ട് കഴിക്കാനാണ് എന്നോട് ഡോക്ടർ പറഞ്ഞേക്കണത്. അതിനിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, വിട്ടു പോകണുണ്ടോ അതോ നോക്കാനാ തോന്നണോ എനിക്കറിയില്ല. പക്ഷെ എപ്പോഴും പറയുന്നുണ്ട് ഇപ്പോൾ ഡോക്ടർ, ഒരു ദിവസം കഴിക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അതും ഇന്നത്തെയും രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കണം, എന്നാലേ നമ്മുടെ ശരീരത്തിൽ തൈറോയിഡിൻ്റെ ഇത് ഉണ്ടാവുള്ളൂ എന്ന്. എനിക്ക് ചെറുപ്പം തൊട്ടില്ല, പക്ഷെ ഇപ്പോൾ കാണുന്നവർ മുഴുവൻ തൈറോയിഡിൻ്റെ ആൾക്കാരാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഞാനിങ്ങനെ കിളിപോയ പോലെ ഇരിക്കും, മിസ് ചെയ്തിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കും, എനിക്ക് ഓർമ്മയില്ല, നമ്മൾ ഓർമ്മിക്കുന്നില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറയുന്ന വെച്ചാൽ ഒരു കാര്യം ചെയ്യുക, ഒരു എന്താ പറയുക ബോക്സിൽ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ അങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് ഓരോന്നിലും ഇങ്ങനെ മെഡിസിൻ ഇട്ട് വെക്കുക. അത് ഡെയിലി എടുത്ത് കഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഏത് ദിവസത്തെ നമ്മൾ മിസ്സായെന്ന്. അപ്പോൾ അതും ഇപ്പോൾ ട്യൂസ്ഡേ മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ട്യൂസ്ഡേയിലത്തെയും വെനസ്ഡേയിലത്തെയും ഒരുമിച്ച് വെനസ്ഡേ കഴിക്കുക, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അത് ഉണ്ടാക്കണം അല്ലെങ്കിൽ അങ്ങനെ ഇത് മേടിക്കാൻ കിട്ടുമല്ലോ ബോക്സ്, അത് മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ ദിവസമായി. ഇതുവരെ ഞാൻ ചെയ്തില്ല. വേറെ ആനക്കാര്യം മുഴുവൻ ചെയ്താലും ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ മിസ്സാക്കി വിടും കേട്ടോ.
അവിടെ നിന്ന് കഴുകാൻ പറ്റിയില്ല കേട്ടോ, പൈപ്പിലെ വെള്ളം തീർന്നേക്കണു. അപ്പോൾ രഞ്ജനേച്ചി ഒന്ന് പുറത്തേക്ക് പോയിക്കുക, അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളം കഴിഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ ഉള്ളിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ പുറത്ത് കൊണ്ട് ഒഴിച്ചു കേട്ടോ. അങ്ങനെ ആ വേസ്റ്റ് കളയൽ കഴിഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനെ മണമെടുത്ത് ഇങ്ങനെ അത് മണപ്പിച്ച് നടക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മറന്നു പോയാൽ പിന്നെ അവിടെ ഇടും. ഞാൻ രാവിലെ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിരിക്കും എന്ന് തോന്നാറുണ്ട് കേട്ടോ. ഇങ്ങനെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കുറച്ചാളായിട്ട് നിന്നതായിരുന്നു കേട്ടോ. മഴ കാരണം സിഗ്നലൊക്കെ പോയി ആകെ ഇതായിരുന്നു. ഇപ്പോൾ വീണ്ടും സിഗ്നൽ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ റേഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പണിയെടുക്കും. അപ്പോൾ ഞാൻ ഇത്ര നേരം യൂണിഫോമൊക്കെ അയൺ ചെയ്യാനായിട്ട് പോയപ്പോഴേക്കും കുക്കർ വിസിലടിച്ചു കേട്ടോ. ഞാൻ 2 ജോഡി യൂണിഫോമും അയൺ ചെയ്ത് വെച്ചു. അതെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ വെള്ളിയാഴ്ച ഇതേപോലെ അയൺ ബോക്സ് ഓൺ ചെയ്ത് ഇങ്ങനെ ആക്കാൻ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതും കുറച്ച് മെനക്കെട്ട പണിയാണ്. അപ്പോൾ എല്ലാം ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ 2 ജോഡിയും ചെയ്തു വെച്ചു. എന്നിട്ട് ഇതാ വരുമ്പോഴേക്കും കുക്കർ വിസിലടിച്ചു. അപ്പോൾ ടൊമാറ്റോ റൈസിന് ഇങ്ങനെ അപ്പോൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അത് ചില സമയത്ത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, പറയാനുള്ളതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വള്ളിപൊളി തെറ്റിയിട്ട് ഇങ്ങനെ നിൽക്കും ചിരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ബ്ലാ ബ്ലാ ബ്ലാ. അപ്പോൾ ഞാനും വിചാരിച്ചു ഞാൻ എന്തിനിങ്ങനെ ചട്ടി എടുത്തത് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായിരുന്നില്ല. ഗായ്സ് തെറ്റിപ്പോയി. ഞാൻ എന്നെ തന്നെ പറ്റിച്ചു. കുറച്ച് മുന്നേ നോക്കി വെച്ചാൽ മതി അവിടെ നിന്നിട്ട് ഉണ്ടാക്കാൻ പോണെന്ന്. സത്യത്തിൽ ഞാനിപ്പോൾ റവയാണ് എടുത്തത് ഡപ്പേന്ന്. ഉപ്പുമാവ് ഉണ്ടാക്കാനായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടില്ലല്ലോ. അപ്പോൾ ഉപ്പുമാവാണ് ഇന്നത്തെ സ്പെഷ്യൽ. സനേഷായിട്ടുള്ള സമയത്ത് അധികം ഉപ്പുമാവും ഗോതമ്പ് ദോശയൊന്നും ഉണ്ടാക്കിയിടുന്നില്ല. ചേട്ടന് ഇഷ്ടമല്ല. അപ്പോൾ ചേട്ടന് ഇഷ്ടപ്പെട്ട സാധനങ്ങളും വെള്ളയപ്പം അങ്ങനെ ഓരോന്നൊക്കെ ഞാൻ ഉണ്ടാക്കിയിടുന്നു കേട്ടോ. ചപ്പാത്തി അങ്ങനെ ഓരോന്നായിരുന്നു. അപ്പോഴത്തെ ചേട്ടൻ പോയപ്പോൾ വീണ്ടും നമ്മുടെ ഗോതമ്പ് ദോശ, പിന്നെന്താ റവ ഉപ്പുമാവ് തീരെ ഇഷ്ടമില്ല എന്നല്ല, പഴമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും കേട്ടോ ചേട്ടൻ. അപ്പോൾ അങ്ങനെ കുറച്ച് റവ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതൊന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ കൂടെ സാമ്പ്രാണി. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് നല്ലപോലെ വന്നാൽ എനിക്ക് പണികളെടുക്കാനൊക്കെ ഉള്ള ഒരു ഇത് കിട്ടുള്ളൂ, എന്താ പോസിറ്റിവിറ്റി കിട്ടുന്നുള്ളൂ. പണിയെടുക്കാനുള്ള പോസിറ്റിവിറ്റി അല്ല കേട്ടോ. എനിക്കിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ റേഡിയോ ഓൺ ചെയ്യണം. പിന്നെ ഇങ്ങനെ ചില മണങ്ങൾ, ഈ സാമ്പ്രാണിയുടെ മണോ ചന്ദനത്തിരിയുടെ മണോ അങ്ങനെ നല്ല മണങ്ങളില്ലേ, അതൊക്കെ ഇങ്ങനെ മണപ്പിച്ചിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പണിയെടുക്കാനൊക്കെ ഒത്തിരി കൂടെ ഒരു ചാർജ് കയറും. അപ്പോൾ അതാണ് സംഭവം. അതിൻ്റെ ഇടയിൽ ഞാൻ ഓടിപ്പോയിട്ട് പനിക്കൂർക്കയുടെ അലയും തുളസിയുടെ അലയും പൊട്ടിച്ചു. ഈ പറയണതിൻ്റെ ഇടയിൽ ഇവിടെ നല്ലപോലെ മഴ പെയ്തു. അപ്പോൾ ഷീറ്റിൽ വെള്ളം വീണിട്ടുള്ള സൗണ്ടാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് 2 ദിവസം മഴ പെയ്യാണ്ടായപ്പോൾ മഴക്കാലം തീർന്നല്ലോ, ഇനിയിപ്പോൾ സുഖമായി തുണികളിടാന്നൊക്കെ പറഞ്ഞിട്ട് അഹങ്കാരത്തിൽ തുണികൾ ഇപ്പോഴും വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാട്ടോ. എപ്പോൾ വേണമെങ്കിലും ഉടക്കി കിട്ടില്ല വെച്ചിട്ട്. സത്യം പറഞ്ഞാൽ മഴക്കാലം മാറിയിട്ടില്ല തോന്നുന്നുണ്ട്, ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് സംഭവം. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, സൂം ചെയ്യുമ്പോൾ നേരം വിളിക്കുന്നു. ഇത്തിരി ഇതാക്കിയിട്ട് ഫുള്ളാക്കിയിട്ട് എടുക്കുമ്പോൾ എന്താ പറയുക, ഡാർക്കായിട്ട് നേരം വിളിക്കാത്ത പോലെ തോന്നുന്നു. ഇതൊക്കെ എൻ്റെ മൊബൈലിൻ്റെ എന്തൊക്കെയോ ആണ് കേട്ടോ. അപ്പോൾ ഇത്തിരിയൊക്കെ നേരം വെളുത്തേക്കണു, 6:30 ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ വേഗം പനിക്കൂർക്കയുടെ നീരവിന് ഡോക്ടറെ കാണിച്ചു. ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുക്കണുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നല്ല ചുമയുണ്ട്. നല്ല ചുമ എന്ന് പറയുന്നത് നെഞ്ഞത്ത് ഇങ്ങനെ കഫം കൂടിയിട്ട് ഇങ്ങനെ കുത്തിയിട്ട് എന്താ പറയുക, നെഞ്ചും കൂടെ പൊളിഞ്ഞു കയറണ പോലത്തെ ഒരു ചുമയാണ് കേട്ടോ. എനിക്ക് നല്ല പേടിയായിരുന്നു. രാത്രി ആകുമ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് കൂടുക. ആൻറ്റിബയോട്ടിക് ഒന്ന് ശരീരത്തിൽ പിടിച്ചാലല്ലേ പിന്നെ കഴിച്ചിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. 3 ദിവസം കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ 2 ദിവസം ആകുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് 2ാമത്തെ ദിവസമാണ് ഇത്. അപ്പോഴും ഇപ്പം ഞാൻ പനിക്കൂർക്കയുടെ ഇതും പിന്നെ തേനും എല്ലാം കൂടിയിട്ട് തുളസിയുടെ നീരും എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുക. അവ എണീറ്റ് വന്നാൽ നേരെ അത് വായിൽ വെച്ച് കൊടുക്കാനാണ് കേട്ടോ. ഇനിയാണ് നമ്മൾ ടൊമാറ്റോ റൈസിലേക്ക് കടക്കാൻ പോണത് കേട്ടോ. നേരത്തെ ഞാൻ നിങ്ങളെ പറ്റിച്ചതാ.
അപ്പോൾ എന്താ അറിയാലോ ടൊമാറ്റോ റൈസിന് ഇപ്പം ഞാൻ സബോളയും പിന്നെ തക്കാളി പിന്നെ പച്ചമുളക് ചെറിയ ഒരു കഷ്ണം വെറുതെ ഒരു ഭംഗിക്ക് ഞാൻ ഇടും കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളം ശരിയായി ഇപ്പോൾ ഞാൻ കുപ്പിയിലാക്കി വെച്ചു കേട്ടോ ബോട്ടിൽ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറെ കുറേ പണികൾ ടിഫിൻ ബോക്സിൽ എന്തെങ്കിലും ഇന്ന് ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുത്തു വിടാനായിരുന്നേ. അപ്പം നേന്ത്രപ്പഴം ഇരിക്കുന്നുണ്ട്, ആപ്പിളും ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ പകുതി പഴം ഇരിക്കണം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ നടക്കാനുള്ള പണിയും കഴിഞ്ഞു, ഈ പണിയും കഴിഞ്ഞു. പിന്നെ ചോറായി കഴിഞ്ഞാൽ അതും കൂടെ പാത്രത്തിലാക്കല്ലേ വേണ്ടു. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് എല്ലാം ഇങ്ങനെ മെല്ലെ മെല്ലെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് തീർക്കും. അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. കുട്ടിയല്ലേ കഷ്ടത്തിലാവും, സ്കൂൾ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും കഷ്ടത്തിലാവും. അപ്പോൾ അതിനുള്ള പരിപാടികളിലാണ് ഇപ്പോൾ കിടക്കണത്. അപ്പോൾ അത് നേന്ത്രപ്പഴം ഞാൻ വലിയ പീസായിട്ടുള്ളത് അതിന് വായയിൽ കൊള്ളണമല്ലോ. അപ്പോൾ ഞാൻ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അത് ആപ്പിൾ. അപ്പോൾ ഇത് മുഴുവനാവുന്നല്ല കേട്ടോ, ഇത്തിരി ഞാൻ അവന് കൊടുക്കും. കാരണം കുറേ ഇട്ട് കഴിഞ്ഞു കുട്ടിക്ക് കഴിക്കാനും കളിക്കാനും ഒന്നും സമയം കിട്ടില്ല. ഇതിൻ്റെ ഗ്യാപ്പിൽ കുട്ടിക്ക് എന്തൊക്കെ കാര്യം അന്വേഷിച്ച് നടക്കണം എന്നറിയോ ക്ലാസ്സിൽ. അപ്പോൾ അവന് പറ്റണ ഇത്തിരി ഇങ്ങനെ ആക്കിയിട്ട് ഇട്ടിട്ട് പിന്നെ ഞാൻ തേനും കൂടെ ഒഴിച്ചു കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് തേൻ ഒഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കില്ല, കണ്ണടച്ച് അത് മുഴുവൻ കഴിച്ചോളൂ. അപ്പോൾ അവന് ഞാൻ കുറച്ച് നേരം കുറച്ചിങ്ങനെ മാറ്റി വെച്ചു. ബാക്കി എനിക്കും കുറച്ചിങ്ങനെ ഞാൻ മാറ്റി വെച്ചു. നല്ല ആചാരങ്ങളിലെ ടിഫിൻ ബോക്സ്. അപ്പോൾ അവന് ഒഴിക്കുന്നത് എനിക്കും കുറച്ചിങ്ങനത്തെ സ്പെഷ്യൽ സാധനങ്ങൾ. ഈ ആപ്പിൾ ഞാൻ ഇങ്ങനെ ഇപ്പോഴാട്ടോ മേടിക്കാൻ തുടങ്ങി. ഞാൻ അധികം എപ്പോഴും ഇങ്ങനെ മേടിച്ച് വെച്ചിടുന്നില്ല. ഇപ്പോൾ ഇവനെ കൊണ്ടുപോകേണ്ട ആവശ്യങ്ങൾക്ക് ഇങ്ങനെ ഓരോന്ന് നമ്മൾ നിറച്ച് വെക്കണതാണ് വീട്ടിൽ. അപ്പോൾ അതിനിടയിൽ ടൊമാറ്റോ റൈസിനുള്ളതാണ്. ഞാൻ ഇങ്ങനെ കേട്ടോ കുറേ എളുപ്പപ്പണികളാണ് ഞാൻ ഫോളോ ചെയ്യാറ്. ആദ്യം കടുക് പൊട്ടിക്കണു, പിന്നെ സബോള ഇടണു, തക്കാളി ഇടണു, കുറച്ച് ഉപ്പിടണു. പിന്നെ അത് വഴണ്ടി വരുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പച്ചമുളകും കൂടി ഇട്ടു കേട്ടോ. അതിനെല്ലാം കൂടെ വഴണ്ടി വന്നപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടു. പിന്നെ കാശ്മീരി മുളക് പൊടിയില്ലേ കളറിന് അതിട്ടു, ചിക്കൻ മസാല ഇട്ടു, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി. പിന്നെ അതൊന്ന് സെറ്റായി വന്നപ്പോൾ ഞാൻ ഒരു മുട്ട ഇട്ടു. പിന്നെ മുട്ട ഇട്ടു എന്നല്ല, മുട്ട പൊട്ട് ചോദിച്ചു കേട്ടോ. അത് ഞാൻ എന്തൊക്കെയല്ല പറയണു. അങ്ങനെ അല്ലാതെ സെറ്റായിപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെക്കും ഒന്ന് സെറ്റായി വരാൻ. അതായത് ഒരു ബുൾസൈ മോഡലൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കൂടെ ഒന്ന് ശരിയായി വന്നപ്പോൾ കുറച്ച് ചൂടും കൂടി ഇട്ടിട്ട് കടുക് വട എന്ന് പറയുന്ന പോലെ കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുത്തു. എന്നിട്ട് ഞാനത് അങ്ങനെ വെച്ചു ചൂടാറിന് വരെ ഇത്തിരി നേരം വെക്കുക. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പുണ്ടായിരുന്നില്ല, ഉപ്പ് കുറവായിരുന്നേ. അപ്പോൾ ഉപ്പും കൂടെ ഒന്ന് വാരി ചെറുതായിട്ടൊന്ന് പൊടി ഇട്ടു. എന്നിട്ട് ഞാൻ അയൺ ബോക്സിൻ്റെ ചൂടൊക്കെ ആറിപ്പോൾ ഞാൻ അവിടെ കൊണ്ട് വെച്ചു കേട്ടോ. മേശമേ ഇരിക്കാറുന്നല്ലോ, അത് കൊണ്ട് വെച്ചിട്ട് പിന്നെ ഞാനൊന്ന് ഇത് എന്നുള്ളതല്ല, ഇന്ന് എനിക്ക് ഇത്തിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് അടിച്ചു വാരിയതാട്ടോ. എന്തായാലും വിളക്ക് വെക്കണം മേല് കഴുകിയിട്ട്. അപ്പോൾ എനിക്ക് കറക്കിടക്കാൻ തീരണം വരെ കറക്റ്റായിട്ടൊന്ന് വിളക്ക് വയ്ക്കാൻ നല്ല ആഗ്രഹമുണ്ട്. കുറച്ച് ദിവസം മിസ്സായിപ്പോയി, എന്നാലും നമുക്ക് ഇനിയും തുടരാമല്ലോ. അപ്പോൾ ഞാൻ വേഗം അടിച്ചു വാരി എടുത്തു. എന്നിട്ട് വേഗം പോയി കുളിച്ചു. കുളിക്ക് പോവാം. എന്താ ചൊറിയുണ്ടോ? ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ്. നീരവാ ഇതിലേതെങ്കിലത്തോട് ബ്രഷ് ചെയ്യണോ ടോയ്ലറ്റിൽ പോകണോ? ടോയ്ലറ്റിൽ പോയാൽ മതിയോ? പിന്നെ ഇതിലേതെങ്കിലും ഇത് ബ്രഷ് ചെയ്യണം, കുളിച്ചാൽ മതിയോ? ഒരു ബന്ധമില്ലാത്ത സാധനം തൊട്ടേക്കുക പാട്ട്. ഇന്ന് എന്തെങ്ങനെ ഒരു ക്ഷീണം. മടിയൻ. ഇപ്പം എണീറ്റപ്പോൾ ചുമയല്ലേ, സ്കൂളിലേക്ക് പോകണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അച്ഛനെ വിളിച്ച് സംസാരിച്ചപ്പോഴും അത് വയ്യ പോണില്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. എന്നാലും പോവിട്ടോ ഞങ്ങൾ അല്ലേ നീരവ? ഞങ്ങൾ സ്റ്റാർട്ടിങ് ട്രബിളാ, രാവിലെ എണീക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയൂല്ലേ. ശരിയാവൂല്ലേ? തേനൊഴിച്ച് മിക്സാക്കി തടാ.
ലക്ഷ് എങ്ങനെയുണ്ട്? എന്ത് പണ? എന്താണ് കുഞ്ഞപ്പ? അപ്പോൾ അവനെ നേരെ കൊണ്ട് ടോയ്ലറ്റിൽ ഇരുത്തിയേക്കാണ് കേട്ടോ. അങ്ങനെ കൊണ്ടിരുത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ചേട്ടൻ പഠിപ്പിച്ച ശീലമാണ്. ഒന്നല്ലെങ്കിൽ പല്ല് വെച്ചിട്ട് അല്ലെങ്കിൽ അതിന് മുന്നേ ടോയ്ലറ്റിൽ കൊണ്ടിരുത്തും. അല്ലെങ്കിൽ ഭയങ്കര മടിയാട്ടോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവിടെ പോയിരിക്കാൻ. എന്നാ വെച്ചാൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇതായല്ലോ, പിന്നെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇനി എങ്ങാനും അവിടെ വെച്ച് ടോയ്ലറ്റിലേക്ക് പോകാൻ തോന്നിയാലോ വിചാരിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരുത്തണത്. അപ്പോൾ സനീഷ് ചേട്ടൻ അങ്ങനെ നല്ല നല്ല ശീലങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ച ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ വിട്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ടെൻഷനില്ല. അപ്പോൾ കുട്ടികളൊക്കെ ക്ലാസ്സിലേക്കും ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ പോകാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. ആദ്യത്തെ ടെൻഷൻ ഇത് തന്നെയാണ് കേട്ടോ. ടോയ്ലറ്റിലേക്ക് പോകാൻ ഇനിയിപ്പോൾ തോന്നുമോ, ഇനിയിപ്പോൾ ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ ഇനി അവിടെ വെച്ചിട്ട് എന്തെങ്കിലും തോന്നുമോ, അങ്ങനെയൊക്കെ. അപ്പോൾ ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടാവില്ലേ അങ്ങനെ. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. അവനെ അവിടെ ഇരുത്തണം. നേരം കൊണ്ട് ഞാൻ വേഗം റൈസ് ഞാൻ ലഞ്ച് ബോക്സിൽ ഇനിയിപ്പോൾ ഇതും കൂടെ ഉള്ളൂ, മറ്റേതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്തിട്ട് പിന്നെ ഒരു സ്പൂണും കൂടെ ഞാൻ വെച്ച് കൊടുത്തു കേട്ടോ. കൈ കൊണ്ട് കഴിക്കുന്നുണ്ട് എങ്കിലും ഇപ്രാവശ്യം അങ്ങനെ ആക്കണ്ട വിചാരിച്ചിട്ട് ഞാനങ്ങനെ സ്പൂണൊക്കെ വെച്ച് കൊടുത്തു. ഇന്ന് ഗുഡ് ബോയ് ആയിട്ട് മുഴുവൻ കഴിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുക. ഇനിയിപ്പോൾ ഫുള്ള് കഴിച്ചിട്ടില്ല അമ്മയ്ക്ക് വിഷമാവും, അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ കരയും എന്നൊക്കെ പറയുമ്പോൾ അവ അങ്ങനെ കരയുമെന്ന് പേടിച്ചിട്ട് ചിലപ്പോൾ കഴിക്കും കേട്ടോ. അങ്ങനെയൊക്കെ കൊഞ്ചി സോപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ വിടും. അങ്ങനെ എല്ലാം കൂടെ പിന്നെ എടുത്ത് ഒതുക്കി വയ്ക്കുക. അതിൻ്റെ ഇടയിൽ നീരവിനെ അവിടെ ഇരുന്നിട്ട് വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ അവിടെ ബാത്റൂമിൽ ഇരിക്കുകയാണെങ്കിൽ കൂടി നമ്മളതിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ അവിടെ കട്ടിലുമ്മേൽ ഇരുന്നിട്ട് അവനോട് വർത്താനം പറയണമെന്നാണ് പറയുക. എനിക്ക് എവിടെ എനിക്ക് സമയമെന്ന് ഞാൻ ആലോചിക്കും കേട്ടോ. ഞാൻ അവനോട് പറയുകയും ചെയ്യും, എടാ ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുക, നീ എന്താ ചെയ്യാനുള്ളത് ചെയ്തോ. അപ്പോൾ അവനിങ്ങനെ ഫേസ് ടു ഫേസ് കണ്ട് കമ്മ്യൂണിക്കേഷൻ വേണം. അതാണ് അവൻ്റെ പ്രശ്നം. അപ്പോൾ അതിന് കിണുങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ പെൻസിലിന് മോനിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കിയിട്ട് ചെത്തി വെടുപ്പാക്കിയിട്ട് അവനെ കുളിപ്പിച്ച് കൊണ്ടുവന്നു. പിന്നെ അതാ ബോഡി ലോഷനൊക്കെ അവൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ താഴെ കണ്ടോ ഒരു കറുത്ത പാട്. അതിപ്പോൾ ഇന്നലെ ക്ലാസ്സിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായ കേട്ടോ. എന്താ ചോദിച്ചിട്ട് ഇവിടുന്ന് പറ്റിയതാണ്, എന്താ ഇവിടുന്ന് എവിടെയോ കളിക്കുമ്പോൾ അങ്ങനെ തട്ടിയതാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. വേദനയൊന്നുമില്ല, പക്ഷേ അങ്ങനെ ഒരു കറുത്ത പാടുണ്ട്. എന്താ സംഭവമാവോ? എനിക്കിങ്ങനെ ഓരോ പാടുകളൊക്കെ മേത്ത് കാണുമ്പോൾ ഭയങ്കര വിഷമ, അങ്ങനെ കൊണ്ട് നടക്കണം. അതുകൊണ്ടായിരിക്കും അവിടെ ഇവിടെ തട്ടലേ മുട്ടലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറകെ നടക്കണതാണ് ഞാൻ. അപ്പോൾ എന്നിട്ട് അവ ഇങ്ങനെ ശ്രദ്ധിക്കാണ്ട് മേത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ പാട് വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ. D as in doll. D as in deer. D as in door. D as in duck. പറഞ്ഞേ, നാലെണ്ണം പറഞ്ഞേ. അതമ്മ രാവിലെ ശരിയാക്കി കേട്ടോ. ഒന്ന് പറഞ്ഞേ. D as in നാലെണ്ണം പറ. D as in അങ്ങനെയല്ല. D as in duck, D as in doll, D as in deer, D as in doll. നാലെണ്ണം കൂടെ പറഞ്ഞേ. ഒന്ന് പറഞ്ഞു നോക്ക്, ടീച്ചർ ഒന്ന് ചോദിക്കും ചെന്ന് കഴിഞ്ഞാ. ആൺപിള്ളേരായതുകൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ, കുത്തിയിരുന്ന് പഠിക്കില്ല. എഴുതാനൊക്കെ ഇഷ്ടമാണ്, ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഇങ്ങനെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുത്തിയിരുന്ന് പഠിക്കില്ല, ഭയങ്കര വാശിയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ കുളിക്കുമ്പോഴും കിടക്കുമ്പോഴും എണീക്കുമ്പോഴും ഇങ്ങനെ റെഡി ആകുമ്പോഴും പിന്നെ സ്കൂൾ ബസ്സിന് അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഞാനിങ്ങനെ എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ എയും ബിയും പഠിച്ചു കേട്ടോ. ഇനിയിപ്പോൾ സിയും പഠിച്ചു കേട്ടോ. സിയും എന്താ ബോയും പിന്നെ വേറെ ഏതാ ബേർഡും അതും രണ്ടെണ്ണമായിരുന്നു. അതിൽ ഡൗട്ട് അവന് ചില സമയത്ത് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കും. ഇപ്പം സെറ്റായി.
വാ വിളിച്ചോ വിളിച്ചോ. അങ്ങനെ അതെല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇനി നമുക്ക് ഫുഡ് കഴിക്കുക, പിന്നെ സോക്സ് ഇടുക, അതൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ സോക്സ് ഇടുക എന്ന് പറഞ്ഞാൽ മെനക്കെട്ട പണിയാണ് കേട്ടോ. കുറച്ചാൾ ഞാൻ സോക്സ് ഇടാൻ വലിയ നടന്നില്ല, ചേട്ടനെല്ലാം ഒക്കെ ചെയ്ത് കൊടുത്തിരുന്നത്. ഇതിട്ട് കുത്തി കയറ്റി നമ്മുടെ നഖം അവൻ്റെ മേത്തും കൊള്ളും, അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ആദ്യം കയറ്റിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇപ്പുറത്തെ കാലും അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഓരോ വട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ കാലും വേണമുള്ളതാവുമോ വിചാരിച്ചിട്ട് അതഴിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിങ്ങോട്ട് ഇട്ടപ്പോൾ ശരിയായി. ഇനിയിപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആവാം, അറിയില്ല. അങ്ങനെ ഇന്ന കാലിൽ ഇന്ന സോക്സ് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയൊക്കെ ഉണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. എങ്കിലും ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ ശരിയായി. പിന്നെ ഇതാ നമ്മുടെ ഷൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തരത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും, ഇങ്ങോട്ട് വരുമ്പോൾ വേറെ തരത്തിലാക്കി ഇടും. അങ്ങനെയൊക്കെയാണ് ഇവരുടെ പരിപാടി. നീരവ് മാത്രമല്ല, നീരവിനൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവനാണ് ഇതിൻ്റെ മെയിൻ ആൾ കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കണതിൻ്റെ നേരെ തല തിരിച്ച് ഇങ്ങോട്ട് അവനെ വിടും. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ ബുധനാഴ്ച ഫുൾ വൈറ്റ് ആണല്ലോ, വൈറ്റ് ഡ്രസ്സിൽ ഷർട്ടിൽ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നിരകളും കുത്തിക്കോടും എന്തൊക്കെയോ പെൻസിലായതുകൊണ്ട് സമാധാനമായി. അങ്ങനെ വരച്ച് കുത്തി എന്തൊക്കെയോ കാണിച്ച് വെച്ചിട്ടുണ്ടാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മ കരവിടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ കൂട്ടുകാരിയാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ അവളോട് പോയി പറഞ്ഞു നീ ഇങ്ങനെയൊന്നും ചെയ്യണം, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാവണില്ല, നീ എൻ്റെ മേത്തൊന്നും കോടി വരയ്ക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവൻ പിന്നെ അങ്ങനെ ചെയ്തില്ല കേട്ടോ. അങ്ങനെ നല്ല കുട്ടിയായിട്ട് വന്നു. ചാറ്റോടെടാ കായമില്ലേ അതും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും എളുപ്പപ്പണിയാണ് ചെയ്യാറുള്ളത്. എന്തെങ്കിലും പ്രത്യേകതയൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് വൃത്തിയായിട്ട് വെച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഈസി ആയിട്ടുള്ള സാമ്പാർ കേട്ടോ ഞാൻ എപ്പോഴും. അപ്പൊ വേഗം തന്നെ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം ചെത്തി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് പുറത്തു കൊണ്ട് കട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അതാവുമ്പോൾ ഒരു കിഴങ്ങുവരട്ടി പിരിക്ക് വരട്ടിയും കൂടെ ഒപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് എൻ്റെ സാരഥി മൈവേബൈ കല്യാണി. ആളുടെ വീഡിയോ ഞാൻ പഴയ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പോഴും കാണും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് TV ഇപ്പോൾ ഓൺ ചെയ്യുമ്പോൾ കുറേ നാൾ ചേട്ടനുള്ളതുകൊണ്ട് സുജിത്ത് ഭക്തൻ ഇങ്ങനെ ട്രാവലേഴ്സ് ഉണ്ടല്ലോ, അവരുടെ വീഡിയോസ് തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് TV ഓൺ ചെയ്യുമ്പോൾ വന്നിരുന്നത്. അപ്പോൾ ചേട്ടൻ പോയപ്പോൾ വീണ്ടും എൻ്റെ കുറച്ച് ടീംസ് ഉണ്ട്, അവരുടെ വീഡിയോസ് തന്നെ വീണ്ടും വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ കല്യാണിയുടെ വീഡിയോസ് ഞാൻ കണ്ട വീഡിയോസ് തന്നെയാണ് വീണ്ടും ഇരുന്ന് കാണും. അപ്പോൾ ഇപ്പോൾ അടുത്ത് കുറേ ട്രോളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, എന്തോ മോയ്സ്ചറൈസിങ് ക്രീമുകളെ പറ്റിയിട്ട് പരസ്യത്തിൻ്റെ ഇതിൻ്റെയൊക്കെ. അപ്പോൾ എനിക്ക് നല്ല വിഷമമായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം, എപ്പോഴും ഇഷ്ടം കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെ വീഡിയോസിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻറ്റ് കുറേ കുട്ടികൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ചേച്ചീനെ ഇപ്പം എനിക്ക് ഇഷ്ടമില്ലാണ്ടായി, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തിനാലേ പാവല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ എന്താ പാത്രങ്ങൾ കഴുകാനുള്ള ഇതിലേക്കായിട്ടോ. എന്താ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. രാവിലത്തെ തൊട്ടിട്ടുള്ള കുക്കർ തൊട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചു. ഇനി ഞാൻ അവിയലുണ്ടാക്കാനുള്ള പരിപാടിയിലാണേ. ഇപ്പം ഞാൻ തപ്പണ എൻ്റെ കത്തിയാണ് കേട്ടോ. എൻ്റെ തൊട്ട് മുന്നിൽ അടുത്തുണ്ടെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ അറിയില്ല. എന്നിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ തപ്പും. അത് കഴിഞ്ഞത് ആ സ്റ്റവിൻ്റെ അടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, അത് കിട്ടി. പച്ചക്കറികൾ കുറച്ചിങ്ങനെ മേടിച്ച് വെച്ചതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി വാരി എടുത്തോണ്ട് വന്നിട്ട് തണുപ്പ് മാറാൻ വേണ്ടി ഒന്നാമത് രാവിലെ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് കാര്യമില്ല, നീരവന് ഇഷ്ടാവില്ല വിചാരിച്ചിട്ട് ഞാൻ അവൻ പോയിട്ട് സമാധാനമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കാറുന്നേ. അപ്പോൾ ഇതാ ചേനയുണ്ട്, ചേന നല്ലപോലെ ചൊറിഞ്ഞു കിടന്നു കേട്ടോ. ചേന, കായ, പിന്നെ മത്തങ്ങ, കുമ്പളങ്ങ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇട്ട് തരാം. ഇത് രാമായണം കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഞാൻ മേടിച്ചിട്ട് വരാം.
സത്യത്തിൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഓടിപ്പോയത് പാല് വരുന്നുണ്ട്. അപ്പോൾ പാല് ചാനോട് വേണ്ടാന്ന് പറയാനായിരുന്നു. 1-2 വട്ടം ഞാൻ പാത്രം വെച്ചിട്ട് ചോദിച്ചു തന്നിട്ടില്ലേ, ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് ആ ചേട്ടനോട് പരാതി പറഞ്ഞു, പാത്രം വെച്ചാലും ചേട്ടൻ ഒഴിച്ച് തരില്ല, അങ്ങനെ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ വിളിക്കാൻ തുടങ്ങി. ചേട്ടനും മിനിയാൻ്റെയൊക്കെ അവിടെ നിന്ന് വിളിക്കും പാല് വേണ്ടേ ചോദിച്ചിട്ട്. അപ്പോൾ നീരവന് ഭയങ്കര കഫക്കെട്ടല്ലേ, അപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ എടുത്ത് കുടിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, പാല് വേണ്ട പറഞ്ഞോളാം. മിനിയാൻ്റെയോട് പറഞ്ഞു. നടും ഞാൻ അവിടെ നിന്നിട്ട് വീണ്ടും പറഞ്ഞു കേട്ടോ വേണ്ട. അവിടെ കിടന്ന് ഇങ്ങനെ കൂവുക. അപ്പോൾ നാട്ടുകാരും അറിയില്ലോ. ഓൾറെഡി എൻ്റെ സൗണ്ട് ഇത്തിരി കൂടുതലാണ്, എല്ലാവരും പറയും കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് എളുപ്പമാണ് ചില രഹസ്യം പരസ്യക്കാരൊക്കെ എനിക്ക് ഭയങ്കര എളുപ്പമാട്ടോ. എൻ്റെ സൗണ്ട് അതേപോലെയാണ്. പാരമ്പര്യമായിട്ട് ഞങ്ങൾ എങ്ങനെയാണ്, എൻ്റെ അനിമാരുടെയൊക്കെ സൗണ്ട് ഇതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു രഹസ്യം പറയാൻ അറിയില്ല. പിന്നെ അതെ അങ്ങനെയൊക്കെ ഒരു സൗണ്ടില്ലേ അയ്യറിൽ, അങ്ങനെ സംസാരിക്കേണ്ടി വരും. അതാണ് എൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നം. രാമായണം, അധ്യാത്മ രാമായണം എനിക്ക് കിട്ടിയിട്ടോ. ഞാൻ കുറേ ദിവസമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ചുറ്റുമുള്ള അനിമാരെല്ലാവരും കേട്ടോ ഇങ്ങനെ രാമായണം ചൊല്ലും, നാരായണീയം ചൊല്ലും, പിന്നെ സഹസ്രനാമം സന്ധ്യയ്ക്ക് അതൊക്കെ ചൊല്ലും. ഭയങ്കര ഐശ്വര്യമായിട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. മൊത്തത്തിൽ എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും രാവിലെ കുളിച്ചിട്ട് എല്ലാവരും കാണുള്ളൂ. വിളക്ക് വയ്ക്കും, ചന്ദനത്തിരിയുടെ മണം ചുറ്റും ഉണ്ടാവും കേട്ടോ. ഈ ഭയങ്കര ഇഷ്ടം. പിന്നെ പൂക്കൾ എല്ലാം പൊട്ടിച്ചിങ്ങനെ ദീപം കൊളുത്തില്ല അവിടെ വയ്ക്കും. ഞാൻ വെച്ചിട്ടില്ല, ഇതുവരെ വെച്ചിട്ടില്ല. എൻ്റെ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് മാത്രം ചെയ്തില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ സഹസ്രനാമം ചൊല്ലാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി വിഷ്ണു സഹസ്രനാമം ഉണ്ട്, അത് കുറച്ച് കടികെട്ടിയാന്ന് പറയുന്നുണ്ട്. ആദ്യം ഇപ്പോൾ ഒരെണ്ണം ലളിതാ സഹസ്രനാമം, അത് ഞാൻ സന്ധ്യയ്ക്ക് ചൊവ്വയും വെള്ളിയും കൂടുതൽ ചൊല്ലാൻ ശ്രമിക്കും കേട്ടോ. ഡെയിലി ഞാനേ ഒന്ന് പുറത്തേക്ക് പോയിട്ടാ. ഇവിടെ മിനിയാൻറ്റി പറയുന്നത് ഇവരുടെ ഒരു റിലേറ്റീവ് ഉണ്ട്, യൂട്യൂബറെ. ഞാൻ നല്ലപോലെ ഡാൻസൊക്കെ കളിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുടെ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ. ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണും. എൻ്റെ വിചാരം കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്നാ. അപ്പോൾ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ കുറേ നേരം ഈ ചെക്കന്മാരുടെ പോലെ അവിടെ ഇങ്ങനെ തൂണുമ്പിൻ തുരുമ്പൊക്കെ ഇങ്ങനെ ചാരി പിടിച്ചൊക്കെ നിന്നും കാര്യം ഉണ്ടായില്ല. അവർ ചായ കുടിയില്ല. പറ്റിങ്ങൊന്ന് കാണിച്ചു തരാം കേട്ടോ. ചെക്കന്മാർ പറഞ്ഞാൽ അവരെ കളിയാക്കിയതൊന്നല്ല കേട്ടോ. ചുമ്മാ ഇങ്ങനെ അവരെ പെണ്ണിനെ ഇങ്ങനെ നോക്കില്ലേ, അത് ചെക്കന്മാരാണല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം നോക്കി നിന്നെങ്കിലും പിന്നെ കണ്ടു. പക്ഷേ ആൾ കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ എനിക്കൊരു ചെറുപ്പമാണ് ഇങ്ങനെ പോയി സംസാരിക്കാനൊക്കെ. അപ്പം ഞാൻ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബറാണ് എന്നൊക്കെ പറയാൻ പോയതാണ്. പക്ഷേ പിന്നെ കണ്ടപ്പോൾ അവരൊക്കെ ബിസി ആയിരുന്നു. അവർ ചുറ്റും എല്ലായിടത്തേക്കൊക്കെ പോകാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അവരുടെ വഴിക്ക് വിട്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പോൾ ശരിക്കും ഫോണിൽ ടി വിയിൽ കാണുന്ന പോലെ ഇത് നേരിട്ട് കണ്ടാൽ ഇങ്ങനെയാണെന്നൊക്കെ അറിയാനാണ് എനിക്കൊരു ആകാംക്ഷ. അപ്പോൾ കണ്ടു, നല്ല ലുക്ക് ഉണ്ടായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയണത്. സാധനങ്ങൾ കഴിഞ്ഞു പറഞ്ഞ് കുറച്ച് ദിവസം മുന്നല്ലേ മാവേലിക്ക് പോയി. ഞാൻ മഞ്ഞപ്പൊടി മേടിക്കാൻ വേണ്ടി മെയിനായിട്ട് പോയത്. ഇത് മേടിക്കണം എന്ന് മനസ്സിൽ ഭയങ്കര ചിന്തയുണ്ടായിരുന്നു. പക്ഷേ എന്തോ സംഭവം മേടിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ എപ്പോഴും മനസ്സിൽ ഈ ഇടപ്പ കഴുകി വെച്ചിട്ട് ഉണക്കിയിട്ട് വേണം എനിക്ക് പുതിയ പാക്കറ്റ് പൊട്ടിച്ച് ഇതിലിടാൻ എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എവിടെ നോക്കിയിട്ട് മഞ്ഞപ്പൊടി മാത്രം കിട്ടിയില്ല. ബാക്കി ആവശ്യമില്ലാത്തതല്ല, ഭാവിയിൽ തീരുന്നുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി മാത്രം ഉണ്ടായില്ല കേട്ടോ. അപ്പം എൻ്റെ അവിയലിനുള്ള മഞ്ഞപ്പൊടി ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും മോര് കാച്ചാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണത്. അപ്പോൾ മഞ്ഞ കളർ ഇല്ലാണ്ട് എന്ത് ചെയ്യുന്നതാണ് ഞാൻ പിന്നെ ആലോചിച്ചത്. ഇത് ഇല്ല, എന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ പിന്നെ ഉള്ളത് ഇട്ടിട്ട് ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും പാത്രം അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കണ ഇടയിലും ഞാൻ ഇത് ചിന്തിച്ചിട്ടില്ല, മഞ്ഞപ്പൊടി ഉണ്ടോ. പിന്നെ മോര് കാച്ചായിരിക്കുമ്പോഴാണ് നോക്കിയപ്പോൾ മഞ്ഞളില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ അവിയൽ അടച്ചു വെച്ചു. ഞാൻ വെന്തിട്ടില്ല, ചേനയൊന്നും വെന്തിട്ടില്ല. എൻ്റെ അവിയലിന് കഷ്ണങ്ങൾ വേവത്തിരി പാടാം, ചില സമയത്ത് വേവാത്ത പോലെ ഇരിക്കും കേട്ടോ. ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ബലമാണ്. കുക്കറിലിട്ട് അടിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. അപ്പോൾ കടുക്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ പച്ചമുളകും ചതച്ച് കടുക് പൊടിച്ചതിലിട്ടിട്ട്, പിന്നെ തൈരും കൂടെ ഒഴിച്ചു. ഉണക്കമുളക് ഇട്ടിട്ടുണ്ടായിരുന്നേ. മഞ്ഞപ്പൊടി ഇടണമായിരുന്നു, അതില്ലായിരുന്നു. പിന്നെ വേപ്പില ഇട്ടു. അത് കഴിഞ്ഞു. ഇനി നാളേക്കുള്ളത് അരി ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ടു.
എൻ്റെ വാഷിംഗ് മെഷീനിൽ ഇടാനുള്ള കവറാണ് കേട്ടോ. മഴ കാരണം കർക്കിടക സംക്രാന്തിക്കൊന്നും ഞാൻ അത് കഴുകിയിട്ടില്ല. ഓൾറെഡി നമ്മൾ ബാത്റൂമിൽ ഇട്ട് വയ്ക്കണതാണല്ലോ. അപ്പോൾ കുളി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇത് ഉണങ്ങി കിട്ടിയിട്ടില്ലേ വാഷിംഗ് മെഷീനിൽ നല്ല പോലെ കറയും. അപ്പോൾ അത് ആവണേന് നല്ലത് ഈ കവറിലായിക്കോട്ടെ ഒന്ന് വെയിലൊക്കെ ഉദിക്കുമ്പോൾ കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നത്. അപ്പോൾ വെയിലൊക്കെ ഉദിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതൊക്കെ കഴുകി നല്ലപോലെ ഉരച്ച് എടുത്തെങ്കിലും അതിൻ്റെ തുണികളിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ബാസ്ക്കറ്റ് പോലെ. അപ്പോൾ ബാസ്ക്കറ്റിനെ തോന്നുന്നു അതിലത്തെ അടിയിലെ കറ പോയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ കവറുണ്ടല്ലോ, ഇതിൽ ഞാൻ നല്ലപോലെ ബ്രഷ് ഇട്ട് ഉരച്ച് ലാസ്റ്റ് ചെറുതായിട്ട് എവിടെയൊക്കെ ഒന്ന് കീറിയിട്ടുണ്ട്. ഞാൻ അത് നോക്കിയില്ല, കാരണം എനിക്ക് ഭയങ്കര വിഷമം. ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളുണ്ടായിട്ട് പിന്നെ അത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര വിഷമം. അയ്യോ ഞാൻ അതൊക്കെ ചെയ്തില്ലേ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ വേഗം ഞാൻ അതൊക്കെ അടച്ചു പൂട്ടി വെച്ചു കേട്ടോ. 8 കാലി ഇരിക്കുന്നുണ്ടായിരുന്നു, ഭയങ്കര ഗർഭിണിയായിട്ട്. അതിൻ്റെ ഇടയിൽ 8 കാലിയുടെ മുട്ട താഴെ വീണ് കുറേ 8 കാലി കുട്ടികൾ, വെള്ള കുട്ടികൾ ഇങ്ങനെ ചുമരുമ്പോൾ കയറിയൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് കളഞ്ഞു കേട്ടോ. എന്നിട്ട് TV കാണാൻ വന്നു. മഹാലക്ഷ്മി സീരിയൽ കുറേയൊക്കെ ഉണ്ട്, അത് കാണാൻ വരുമ്പോഴാണ് ഈ അരി ഉഴുന്നിൽ ഞാൻ അവിലിട്ടിട്ടില്ല, ചോറിട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ അവിലിരിക്കണ്ടല്ലോ വെച്ചിട്ട് അത് ഞാൻ ഒന്ന് കുതിർത്തിയിടാൻ പോയതാണ്. ഷമീസോൺ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ടല്ലോ, അവരുടെ വീഡിയോ ആണ് കേട്ടോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു കുട്ടികൾ കളിക്കണ ഒരു ക്യാമറ എന്തോ കാണിക്കുന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമായിട്ടോ. എന്തോ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പ്രിൻ്റ് വരും. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയോ, എനിക്ക് ഓർമ്മ കിട്ടണില്ല. അപ്പോൾ ടി വിയിൽ കണ്ടപ്പോൾ ഞാൻ എങ്ങനെയാണ് വരണേ, ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ പ്രിൻ്റ്. അപ്പോൾ അത് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് മേടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഇത് കണ്ടുകൊണ്ടിരിക്കണത്. എൻ്റെ അവിയിലൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. കടയിലേക്ക് പോവാണ് കേട്ടോ, കുറച്ച് അത്യാവശ്യമായിട്ട് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു ഗൈസ്. പോയി പോവാണ് പറഞ്ഞു. അത്ര മതി. ഇതേ ഞാൻ മിഷ്യൻ മേടിച്ച കടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബജ്ജി മേടിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ബജ്ജിയൊന്നും ആയിട്ടില്ല, പരിപ്പുവട 2 കിട്ടിയത്. എന്നാൽ പിന്നെ ഈ ചേട്ടൻ കണ്ടപ്പോൾ എന്താ ഇവിടെയും കൂടെ ഷീറ്റിൻ്റെ വില അറിയാൻ വേണ്ടി കയറിയതാ. അപ്പം 190 മീറ്ററിനെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഇതും കൂടെ മേടിച്ചിട്ട് കൈയോടെ പോവാ വിചാരിച്ചു. പിന്നെയെന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല, അതോടെ ഇപ്പം തന്നെ മേടിച്ചേ. പിന്നെ പച്ചക്കറിയും കൂടെ മേടിച്ചു കേട്ടോ. 50 രൂപയുടെ മറ്റേ കിറ്റില്ലേ, 50 രൂപയ്ക്കല്ല, കുറച്ച് സാധനങ്ങളും കൂടെ. മുളങ്കി എന്ന് പറഞ്ഞിട്ട് ആ വെള്ള സാധനം ഞാൻ കാണിച്ചില്ലേ, അതൊക്കെ മേടിക്കാണ്ടായിരുന്നു. നല്ല മേടിച്ചു. എന്താ സംഭവം, എന്താ ടേസ്റ്റ് എന്നറിയാൻ. ക്യാബേജിൻ്റെ ടേസ്റ്റാന്നൊക്കെ ആ ചേച്ചി പറഞ്ഞ്. ഞാൻ എന്തായാലും മേടിച്ചിട്ടുണ്ട്, ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മളിതാ പരിപ്പുവട ഉള്ളിൽ കയറണില്ല, അതാട്ടോ കുത്തി കയറ്റി വെച്ചിട്ട് കയറുന്നു. ഇനി നമുക്ക് മേശവിരി വിരിക്കാം. ഇതപ്പം ഇങ്ങനെയാട്ടോ ഇരിക്കണം. ഇനി നമുക്കിത് മാറ്റാം. ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കണ കാര്യമാണ്. ചേട്ടൻ മുമ്പിലേക്ക് മേടിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ പറ്റിയില്ല.
മഴ കാരണം ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് പോയി ഒന്ന് മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ മേടിച്ചതാ കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ എന്താ പറയുക, നീളം ഒക്കെ കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഇത് ഒരു കവർ മോഡലിലിരിക്കണം, അങ്ങോട്ട് സെറ്റായിരിക്കണില്ല. എന്താണെന്നറിയില്ല, ഇനി ഭാവിയിൽ ഇരിക്കുമായിരിക്കും. ഞാൻ എന്തായാലും അങ്ങോട്ട് അമ്മയ്ക്ക് എന്താ പറയുക, ഒരു ക്ലിപ്പില്ലേ തുണി ഉള്ളിടണം, അതും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ പച്ചക്കറി വണ്ടീനെ ഒന്ന് കമഴ്ത്തണം. അപ്പോൾ അതെനിക്ക് തീരെ ക്ഷമയില്ല കേട്ടോ ഈ കവർ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താ കത്തിയൊക്കെ എടുത്ത് മുറിച്ച് ഇതാണ് മുളങ്കി. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പാത്രത്തിലാക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ എൻ്റെ പച്ചക്കറി കാണിച്ചു തരാം. 50 രൂപയുടെ കിറ്റുണ്ട്, പ്ലസ് ഞാൻ മുളങ്കി, കോളിഫ്ലവർ അതൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ കേട്ടോ കാണിക്കണ്. ഫ്രിഡ്ജിക്ക് നോക്കണ്ട, വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ ഓർഗനൈസർ ഒന്നും മേടിച്ച് വെക്കാത്തതുകൊണ്ട് ഒക്കെ ഇങ്ങനെ കമഴ്ത്തി അവിടെ ഇതിലാക്കി വെക്കണം. ഇനി ഭാവിയിൽ അതൊക്കെ മേടിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. ടാറ്റ ടാറ്റ ടാറ്റ.